ADGP RSS നേതാക്കൾ കൂടിക്കാഴ്ചയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് സർക്കാർ. DGPക്കാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. 2 RSS നേതാക്കളുമായി ADGP നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് അന്വേഷണം നടത്തും. മുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി അന്വേഷണം പറഞ്ഞിട്ടും ഉത്തരവ് ഇറങ്ങിയിരുന്നില്ല. അതേസമയം തന്നെ ഈ നേതാക്കളെ കണ്ടവരുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും എന്നാണ് റിപ്പോർട്ട്. ADGPയുടെ സുഹൃത്തായ RSS നേതാവ് ജയകുമാറിന്റെ മൊഴി രേഖപ്പെടുത്തും എന്ന് പറയുന്നുണ്ട്. ഇതിനായി ജയകുമാറിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതേസമയം RSS നേതാക്കളെ ADGP കണ്ടത് ദുരൂഹമായി തന്നെ തുടരുകയാണ്. അതേസമയം തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാർ നൽകിയ റിപ്പോർട്ട് അപൂർണമെന്ന കുറിപ്പോടെയാണ് പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയത്. ADGP MR അജിത് കുമാറിനെ സംശയനിഴലിൽ നിർത്തുന്നതാണ് ഇതെല്ലാം. അജിത് കുമാറിനെതിരായ സമർത്ഥമായ നീക്കമായി ഇത് മാറി. CPIയും ഇത് ചർച്ചയാക്കാൻ തീരുമാനിച്ചു. ഇനിയും അജിത് കുമാറിനെ മാറ്റിയില്ലെങ്കിൽ താൻ MLA സ്ഥാനം രാജിവെക്കുന്ന നിലപാടിൽ അൻവറും എത്തി. ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ ജയിക്കാനുള്ള സാധ്യത CPM കാണുന്നില്ല. ഈ സാഹചര്യത്തിൽ അൻവറിന്റെ ഭീഷണിയും തുണച്ചു. ഇതോടെയാണ് അജിത് കുമാറിനെ മാറ്റാമെന്ന തീരുമാനത്തിൽ പിണറായി എത്തിയത്. തൃശൂർ സുരക്ഷയിൽ ADGP നേരിട്ട് ഇടപെട്ടിരുന്നുവെന്നാണ് പോലീസ് മേധാവി പറയുന്നത്. ADGPയുടെ റിപ്പോർട്ടിൽ വസ്തുതകൾ ഇല്ലാത്തതിനാൽ വിശദാന്വേഷണമാകാമെന്ന് പോലീസ് മേധാവി ശുപാർശ ചെയ്തതായിട്ടാണ് വിവരം. ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗം അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ജുഡീഷ്യൽ അന്വേഷണമാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്നത്. സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുന്നതായി പോലീസ് മേധാവിയുടെ നടപടി. ഈ സാഹചര്യത്തിൽ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് CPIയെ പ്രകോപിപ്പിക്കും. പൊട്ടിത്തെറിക്ക് ഒരുങ്ങി നിൽക്കുകയാണ് തൃശൂരിലെ പ്രധാന CPI നേതാവായ VS സുനിൽകുമാറും. പൂര ദിവസം രാത്രി ADGP പൂരപ്പറമ്പിലുണ്ടായിരുന്നു. രാവിലെ അദ്ദേഹം തൃശൂർ വിട്ടു. ഇമെയിലിലൂടെ അവധിക്ക് അപേക്ഷിച്ചു. ഓഫീസ് സമയം കഴിഞ്ഞാണ് അപേക്ഷ എത്തിയത് എന്നതിനാൽ അവധി അനുവദിച്ചില്ലെന്നും വിവരമുണ്ട്. ഇതിനാലാണ് പൂരം ചുമതലയ്ക്ക് മുതിർന്ന ഉദ്യോഗസ്ഥനെ പകരം നിയമിക്കാത്തതെന്നാണ് വാദം. പൂരസ്ഥലത്തിന് സമീപം DIG ഓഫീസ് ഉള്ളപ്പോൾ അകലെയുള്ള പോലീസ് അക്കാദമിയിൽ യോഗം ചേർന്നതിലും സംശയമുണ്ട്. ഇതെല്ലാം ഗൂഢാലോചനയ്ക്ക് തെളിവായി CPI ഉയർത്തിയ കാര്യങ്ങളാണ്. ഇതെല്ലാം പോലീസ് മേധാവിയും ചർച്ചയാക്കുന്നു. ഇതോടെ RSS നേതാക്കളെ അജിത് കുമാർ കണ്ടതിനും പുതിയ മാനം വരും. പ്രതിപക്ഷവും ആഞ്ഞടിക്കും. ഇതിലെല്ലാം ഉപരി CPM സംസ്ഥാന സമ്മേളനങ്ങളിലും തൃശൂർ പൂരം വിവാദമായി മാറുന്നുണ്ട്. ഫലത്തിൽ നിലമ്പൂർ MLA PV അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങളെ തുടർന്നുള്ള രാഷ്ട്രീയ കൊടുങ്കാറ്റിൽ പോലീസിലെ താക്കോൽ സ്ഥാനം അജിത് കുമാറിന് നഷ്ടമാകും. തൃശൂർ പൂരം അട്ടിമറിച്ചത് അജിത് കുമാർ ആണെന്ന് PV അൻവർ ആരോപിച്ചിരുന്നു. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും ഇതിനിടെ പുറത്തുവന്നു. തൃശൂരിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് ജയമൊരുക്കിയത് ഈ പൂര അട്ടിമറിയാണെന്നായിരുന്നു അൻവറിന്റെ ആരോപണം.